ഞങ്ങളിപ്പോൾ തൂത്തുക്കുടിയിലെ മുത്തുനഗർ ബീച്ചിലാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, ജാക്കറ്റൊക്കെ ആയിട്ട്. വേറൊന്നിനുമല്ല, കടലിലൂടെ ഒരു ബോട്ട് സവാരി. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ബോട്ടിന് ഇത്തിരി പഴക്കമുണ്ട്. ഈ ഉപ്പുവെള്ളത്തിൽ കിടന്ന കാരണം ഇച്ചിരി തുരുമ്പിച്ചിട്ടും ഒക്കെ ഉണ്ട്. എന്നാലും സാരമില്ല, കഷ്ടപ്പെട്ടൊക്കെ കയറി. പിന്നെ എല്ലാവരും ആസ് യൂഷ്വൽ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഒട്ടും കുറച്ചൊന്നുമില്ല. വലിയവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ്. ഒരു 15-20 മിനിറ്റ് കടലിലൂടെയുള്ള യാത്ര ഒരു നല്ല അനുഭവം തന്നെയാണ്. അച്ചുവാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. കാരണം അവൾ എൻ്റെ അടുത്തോട്ടും സുരേഷിൻ്റെ അടുത്തോട്ടും അച്ഛൻ്റെ അടുത്തോട്ടും മാറി മാറി ഇരിക്കുകയും കൈ വെള്ളത്തിലിടുകയും. ആദ്യം ഞങ്ങൾ ഹാർബർ വഴി ഷിപ്പിലൂടെ കടലിലൂടെ ഒരു യാത്രയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് കുറച്ച് അപ്രൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് മിനിറ്റ് നടന്നേയില്ല. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും നിരാശ ഉണ്ടായിരുന്നില്ല. കാരണം ഇതാണ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് കുറച്ചുകൂടെ വെള്ളത്തോട്ട് അടുത്ത് നിൽക്കുകയും ആ തിരകളൊക്കെ ഇറച്ചി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരികയും യശോദയെന്നും പറഞ്ഞ് ചച്ചു പിന്നെ വെള്ളത്തിലോട്ടൊരു ഇറക്കമായിരുന്നു. അതിനുശേഷം അവൾ അതുവഴി നീന്തുക, കമന്ന് നീന്തുക, മലന്ന് നീന്തുക, കടക്കുക, ഇരിക്കുക തുടങ്ങി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലായിരുന്നു. ഈ വെള്ളം കണ്ടിട്ട് വർഷങ്ങളായ പോലത്തെ ഒരു പ്രകടനം തന്നെയായിരുന്നു അവിടെ. ഒരുപാട് വലിയ തിരയില്ലാത്തതുകൊണ്ട് നമുക്കും സമാധാനമായിട്ട് തന്നെ കൂടെ നിൽക്കാൻ പറ്റുമായിരുന്നു. എന്നാലും ആരെങ്കിലും ഒരാൾ കൂടെ നിന്നില്ലെങ്കിൽ എപ്പോഴും എങ്ങോട്ടാണ് ഓടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മീഡിയം കൊണ്ട് വരുമ്പോഴത്തേക്കും വേറെ പെർഫോമൻസ് സൈഡിൽ കൂടെയും കൂടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഷോ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നത് മണലിൽ കളിക്കാനായിട്ടായിരുന്നു. മണലെടുത്ത് ദേഹത്തോട്ടിടുക, പിന്നെ കുഴി തോണ്ടിയിട്ട് ബാത്ത് ടബാണെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുക. അതിനുശേഷം ഈ മണലെല്ലാം കൂടി ദേഹത്തോട്ടിട്ടിട്ട് സാൻഡ് ബാത്ത് എന്നും പറഞ്ഞ് അവിടെ കിടക്കുക. മാതാവന്മാരൊക്കെ നമ്മൾ കിടക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ വേറൊരു മിനി വേർഷൻ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വിധത്തിൽ തിരിച്ച് വെള്ളത്തിലിറക്കി നനച്ച് ദേഹത്തെ പൊടിയും മണ്ണും എല്ലാം മാറ്റി പിന്നെ ഡ്രസ്സും ഒക്കെ മാറ്റി. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ പലതും നമ്മൾ വീഡിയോ എടുത്തിരുന്നില്ല. കാരണം ഇവരുടെ പുറകെ ഒരു ഓട്ടപ്രദക്ഷിണം തന്നെയായിരുന്നു. അവസാനം കയറിയതാണ് ഈ ഒരു കറങ്ങുന്ന അരയന്നം. ഇതിൽ ചച്ചുവിൻ്റെ ഒപ്പം ചച്ചുവിൻ്റെ താത്തയും പിന്നെ 2 ആച്ചിമാരും ഉണ്ട്. അതായത് സുരേഷിൻ്റെ ചിറ്റമാരാണ്. കളിയെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. സ്വീറ്റ് കോൺ, ഗോബി മഞ്ചൂരിയൻ, പിന്നെ മഷ്റൂം, കടല, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതും കുറേ കഴിച്ചു. പിന്നെ അവിടെ കുറേ വായി നോക്കി നടന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിൽ പോയി. ആദ്യമായിട്ട് വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അത് കമൻറ്റിലൂടെ പറഞ്ഞു തരിക. അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോഴത്തേക്കും ബൈ, സീ യു.